നമസ്കാരം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ വൻ MDMA വേട്ട. 150 ഗ്രാം ലഹരിമരുന്നുമായി കുന്നംകുളം സ്വദേശി പിടിയിൽ. വടക്കാഞ്ചേരിയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ കുന്നംകുളം ചെറുവത്താനി ആലത്തൂർ സ്വദേശി ശരത്തിനെയാണ് മാരക ലഹരിമരുന്നായ MDMAയുമായി പിടികൂടിയത്. ലഹരിമരുന്ന് കടത്തിന് പിന്നാലെ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം. പെരുമ്പിലാവിൽ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിച്ച ആന ഇടഞ്ഞു. പെരുമ്പിലാവ് അഞ്ചമ്പലത്തിൽ കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. തെങ്ങ് മറിച്ചിട്ടത് ഒഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. അണ്ടത്തോട് തങ്ങൾപടിയിലെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം. മേഖലയിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തി. ആരോഗ്യവകുപ്പുമായി കൂടിയാലോചന നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഭരണഘടന അനുശാസിക്കുന്ന സംവരണാവകാശം അർഹരായ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അർഹരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ വൻ MDMA വേട്ട. 150 ഗ്രാം ലഹരിമരുന്നുമായി കുന്നംകുളം സ്വദേശി പിടിയിൽ. വടക്കാഞ്ചേരിയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കുന്നംകുളം ചെറുവത്താനി ആലത്തൂർ സ്വദേശി ശരത്തിൽ നിന്ന് 150 ഗ്രാം MDMA പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് പോലീസ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത്. വോൾവോ ബസിൽ രഹസ്യമായി കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. മേഖലയിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് സംശയിക്കുന്നു. ലഹരിമരുന്ന് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരുമ്പിലാവിൽ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിച്ച ആന ഇടഞ്ഞു. പെരുമ്പിലാവ് അഞ്ചമ്പലത്തിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അഞ്ചമ്പലം ക്ഷേത്രത്തിന്റെ പറമ്പിൽ മദപ്പാടിൽ തളച്ചിരുന്ന ആനയെ കഴിഞ്ഞ ദിവസമാണ് അഴിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റിക്കെട്ടിയത്. തുടർന്ന് ശനിയാഴ്ച രാവിലെ വീണ്ടും ആനയെ ഊട്ടിനായി എത്തിച്ചു. ഈ സമയത്ത് ആന അസ്വസ്ഥതകൾ കാട്ടിയിരുന്നതായി ക്ഷേത്രത്തിലെത്തിയവർ പറഞ്ഞു. ഇടഞ്ഞതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ഒരു തെങ്ങ് ആന കുത്തിമറിച്ചിട്ടു. പിന്നീട് പാട്ടത്തിനെടുത്തയാളും ആനപ്പാപ്പാന്മാരും ചേർന്ന് ആനയെ അനുനയിപ്പിച്ച് ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ പറമ്പിലേക്ക് മാറ്റി. കോഴിക്കോട് സ്വദേശിയുടേതാണ് ആന. പാട്ടത്തിനെടുത്തയാളാണ് ആനയെ പെരുമ്പിലാവിൽ എത്തിച്ചിരിക്കുന്നത്. അണ്ടത്തോട് തങ്ങൾപടിയിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലകളിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തി. ആരോഗ്യവകുപ്പുമായി കൂടിയാലോചന നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പുന്നൂർകുളം അണ്ടത്തോട് മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻതോതിൽ കണ്ടുവരുന്നത്. തങ്ങൾപടിയിൽ അടഞ്ഞുകിടക്കുന്ന കേരള ഹോട്ടൽ പരിസരത്താണ് ഇവയെ ധാരാളമായി കാണുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ഇലകൾക്കടിയിലും മരങ്ങളിലും ചുമരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. കർഷകരെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. മഴക്കാലം ശക്തമായതോടെയാണ് കൃഷിയിടങ്ങളിലും വീട്ടുപറമ്പുകളിലും വ്യാപകമായി ഇവ പെരുകാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികൾ, വാഴ, പപ്പായ, തെങ്ങ്, ചേമ്പ് തുടങ്ങിയ വിളകളെ ഇവ വൻതോതിൽ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെയും ശരീരത്തിലൂടെയും മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ KH ആബിദ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവയുടെ ശല്യം അനുഭവപ്പെട്ട സമീപ പ്രദേശങ്ങളിൽ എങ്ങനെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്തു എന്നത് പഠിച്ച് ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ചു. ശാസ്ത്രീയ രീതിയിൽ തന്നെ നശിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കുറഞ്ഞ പ്രദേശത്താണെങ്കിൽ കൂടിയിട്ട് ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് വളരാതിരിക്കാൻ അതിൻ്റെ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ അത് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ സഹായം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഭരണഘടന അനുശാസിക്കുന്ന സംവരണാവകാശം അർഹരായ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഹൈന്ദവ സമുദായ സൌഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ടൌൺഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണം ഭരണഘടനാപരമായ അവകാശമാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് തുല്യ അവസരം ഉറപ്പാക്കുന്നതിനാണ് ഭരണഘടനാ സംവരണ സംവിധാനത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ അർഹരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സമുദായ സൌഹൃദവേദി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി, സ്വാഗത സംഘം ചെയർമാൻ ഏങ്ങണ്ടിയൂർ പ്രദീപ് പണിക്കർ, സംസ്ഥാന ഭാരവാഹികളായ ജഗതി രാജൻ, ടി പി പ്രേംകുമാർ, സി വിശ്വമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാറുകളുടെ 116ാമത് ആണ്ട് നേർച്ചയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം. ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് സമാപനമായത്. 4 ദിവസങ്ങളിലായി ജാതിമതഭേദമന്യേ 10,000കണക്കിന് ആളുകളാണ് ജാറത്തിലേക്ക് ഒഴുകിയെത്തിയത്. നേർച്ചയുടെ ഭാഗമായി ഗത്മുൽ ഖുറാൻ, സമൂഹ സിയാറത്ത്, സനദ്ദാന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, അനുസ്മരണ സമ്മേളനം, ആത്മീയ സംഗമം, ലഹരി വിരുദ്ധ സംഗമം, അവാർഡ് ദാനം, സ്കൂൾ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം, അഷ്റഫി സംഗമം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. സമാപന ദിവസം 35 അടുപ്പുകളിലായി ഒരേ സമയം 1750 കിലോ അരിയുടെ ഭക്ഷണം പാകം ചെയ്ത് 40,000 കിലോ അരിയുടെ ഭക്ഷണമാണ് രാവും പകലും പാകം ചെയ്ത് പരോക്ഷമായി 1,00,000-ഓളം പേർക്ക് ചീരണി എന്ന പേരിൽ അറിയപ്പെടുന്ന നെയ്ച്ചോർ വിതരണം നടത്തിയത്. ഷൌക്കത്ത്, റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം പാകം ചെയ്തത്. 500ഓളം വളണ്ടിയർമാർ, ഫയർഫോഴ്സ്, പോലീസ് സേന, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങി വൻ സാന്നിധ്യമാണ് ഭക്ഷണ വിതരണം നിയന്ത്രിച്ചത്. പുലർച്ചെ തന്നെ കിലോമീറ്ററോളം ഭക്തജനങ്ങളുടെ വരിയായിരുന്നു ഉണ്ടായിരുന്നത്. വരിയിൽ നിന്ന് അവസാന ആൾക്കും ഭക്ഷണം കിട്ടി എന്ന് ഉറപ്പുവരുത്തിയാണ് വിതരണം അവസാനിപ്പിച്ചത്. ഭക്ഷണത്തിലേക്ക് വേണ്ട സാമഗ്രികൾ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ചു. വിവിധ ദേശക്കാർ, സന്നദ്ധ സംഘടനകൾ എന്നിവർ ഇതിന്റെ ഭാഗമായി. ആണ്ടുനേർച്ചയുടെ ആദ്യകാലങ്ങളിൽ പത്തിരി, അവൽ, തേങ്ങ എന്നിവയായിരുന്നു ചോറിന് പകരം വിതരണം ചെയ്തിരുന്നത്. 100-ലധികം ആടിനെ അറുത്ത് മാംസവും കൂടി നൽകിയിരുന്നു. എന്നാൽ പരിസര മലിനീകരണം ഉൾപ്പെടെ കണക്കിലെടുത്ത് കാലക്രമേണ മാറ്റം വരുത്തിയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. രാവിലെ നടന്ന അന്നദാന ചടങ്ങിൽ മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് സീദിക്കോയ തങ്ങൾ ആദ്യ വിതരണം നടത്തി. മഹല്ല് പ്രസിഡന്റ് സൈനുദ്ദീൻ തെക്കേപ്പുറം, സെക്രട്ടറി സൈഫുദ്ദീൻ കപ്പത്തയിൽ, ട്രഷറർ അമീൻ പുലിയഞ്ഞാലിൽ, നൌഷാദ് കുന്നനയിൽ, അബ്ദുൾ ബാരി ദാരിമി, സ്വാഗത സംഘം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. വൈകിട്ട് നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ നേതൃത്വം നൽകി. പാറേമ്പാടത്തുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച അയ്യംപറമ്പ് ചീരൻ വീട്ടിൽ തങ്കമണിയുടെയും പോർക്കുളം മുള്ളത്ത് വളപ്പിൽ റിയ ഫാത്തിമയുടെയും വീടുകൾ മന്ത്രി CP ജോൺ സന്ദർശിച്ചു. ശനിയാഴ്ച രാത്രിയാണ് മന്ത്രി ഇരുവരുടെയും വീടുകളിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, CMP നേതാവ് ജയസിംഗ് കൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം P പ്രവീൺകുമാർ, സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ആന്റണി പൌലോസ് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൃദയത്തിൽ ശ്രീകൃഷ്ണയ്ക്ക് കൊടിയേറി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിന് ശനിയാഴ്ച വൈകിട്ട് കലാലയ അങ്കണത്തിലാണ് കൊടിയേറ്റം നടത്തിയത്. കാലിക്കറ്റ് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആസ്കിന്റെ പ്രഥമ പ്രസിഡന്റുമായ KI ഷെബീർ കൊടിയേറ്റം നിർവഹിച്ചു. ആസ്ക് പ്രസിഡന്റും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MP സജീബ് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ് ചെരാതിൽ തിരി തെളിയിച്ചു. PB അനൂപ്, നിക്സൺ ഗുരുവായൂർ, പ്രിജിൽ അമൻ, മേജർ PJ സ്റ്റൈജു, അഡ്വക്കേറ്റ് KB സനീഷ്, KS അനൂപ്, മധു ചൂണ്ടൽ, കോളേജ് യൂണിയൻ ചെയർമാൻ മിസ്ബഹ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹൃദയത്തിൽ ശ്രീകൃഷ്ണ സംഘാടക സമിതി ഭാരവാഹികളും കോളേജിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ചെരാതിൽ തിരിതെളിയിച്ചു. ഞായറാഴ്ച രാവിലെ രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിങ്കളാഴ്ച രാത്രി 8-ന് നടക്കുന്ന DJ നൈറ്റോടുകൂടി സമാപിക്കും. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഗജപൂജ, ആനയൂട്ട് ചടങ്ങുകൾ നടത്തി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി രാജീവ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ MB ജുബാൽ, KK രമേശ്, പരമു നായർ, മോഹനൻ നായർ, സുധ VS, സജി V ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
വെസ്റ്റ് മങ്ങാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ദിനം ആചരിച്ചു. സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി കെ.പി. സിരീഷ്, വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ.എസ്. ബൈജു, ഭാർഗവി എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി സി.യു. ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഭക്തസംഘടനകളുടെ വിപുലമായ യോഗം ചേർന്നു. പെരുന്നാളിന്റെ നടത്തിപ്പിന് 51 കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. 16 ഞായറാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്കധ്യാനം നടക്കും. 23 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിങ് മാർ കുർലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7 സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9 മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7 പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8 രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. യോഗത്തിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി സി.യു. ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കമ്മിറ്റി അംഗം പി.യു. എഡ്വി എന്നിവർ സംസാരിച്ചു. CITU ചാവക്കാട് വെസ്റ്റ് മേഖലാ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി N.K. അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിയ മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM ലോക്കൽ സെക്രട്ടറി മഹേന്ദ്രൻ, CITU നേതാക്കളായ K.M. അലി, K.K. മുബാറക്, മഞ്ജു കൃഷ്ണൻ, സ്മൃതി മനോജ്, P.S. സെയ്ദു മുഹമ്മദ്, K.K. അനിൽ, K.N. മനോജ് എന്നിവർ സംസാരിച്ചു. റീന കരുണൻ പതാക ഉയർത്തി. K.A. ഷമീർ സ്വാഗതവും K.R. ആനന്ദൻ റിപ്പോർട്ടും, K.C. പ്രേമൻ രക്തസാക്ഷി പ്രമേയവും, K.S. അനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കൺവീനറായി K.R. ആനന്ദൻ, ജോയിന്റ് കൺവീനറായി K.C. പ്രേമൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് സഹായവുമായി BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ വാഹനം പുറപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ശുചീകരണ സാമഗ്രികൾ ഉൾപ്പെടെ 1 ലോറി സാധനങ്ങളാണ് BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് P.J. ജെബിന്റെ നേതൃത്വത്തിൽ സഹായം എത്തിക്കുന്നത്. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി K.S. രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം പഞ്ചായത്ത് ഏരിയ ഭാരവാഹികൾ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പൊൻകുന്നം പ്രദേശത്തേക്ക് കയറ്റി അയച്ച സാധനങ്ങൾ BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ ഏറ്റുവാങ്ങി. BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M.N. സുനീഷ്, ജനറൽ സെക്രട്ടറി അരുൺ ഗഗനൻ, T.D. പ്രിനിൽ എന്നിവർ ചേർന്ന് കൈമാറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് UDF മെമ്പർമാരെയും വിയൂർ സെൻട്രൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി അംഗമായി നിയമിതനായ ജോസഫ് ചാലിശ്ശേരിയെയും യോഗത്തിൽ ആദരിച്ചു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് P.K. ദേവദാസ്, കുന്നംകുളം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, KSSPU നിയോജക മണ്ഡലം പ്രസിഡന്റ് M. ഹരിദാസൻ, സെക്രട്ടറി A.A. അബ്ദുൾ മജീദ്, ട്രഷറർ M.S. സിറാജ്, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് M.J. മേഴ്സി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റ് വേണുഗോപാൽ, സെക്രട്ടറി K.M. അബ്ദുൾ റഷീദ്, ട്രഷറർ K.M. യൂസഫ്, വനിതാ വിഭാഗം പ്രസിഡന്റ് ഫാൻസിസ് സൈമൺ, സെക്രട്ടറി P.V. ദീപ എന്നിവരെ തെരഞ്ഞെടുത്തു. കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രവാസി ഭാരത് സമ്മാൻ, പ്രൈഡ് ഓഫ് ഇന്ത്യ അവാർഡ് ലഭിച്ച K.K. അഷ്റഫ് ഹാജിയെയും സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ദമ്പതികളായ സിറാജ് തെന്നൽ, റിമീന എന്നിവരെയും ആദരിക്കൽ ചടങ്ങും കണ്ടാനശ്ശേരി മണ്ഡലം പ്രവാസി കോൺഗ്രസ് രൂപീകരണവും നടത്തി. സമ്മാനദാനവും AICC സെക്രട്ടറി T.N. പ്രതാപൻ നിർവഹിച്ചു. പ്രവാസി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് K.C. ഖാദർ മോൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി C.C. ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറി V. വേണുഗോപാൽ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് C.J. സ്റ്റാൻലി, കണ്ടാനശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, പ്രവാസി കോൺഗ്രസ് നേതാക്കളായ ഡേവിസ് വടക്കൻ, ജമാൽ തിരുനെല്ലി, ജാബിർ നാലകത്ത്, പ്രാദേശിക നേതാക്കളായ K.V. ഇക്ബാൽ, P.V. ജെയിംസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് വ്യാപാരി ദിനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാരികളുടെ കൂട്ടായ്മയും സൗഹൃദവും സാമൂഹിക പ്രതിബദ്ധതയും വിളിച്ചോതിയ പരിപാടികളായിരുന്നു വ്യാപാര ദിനത്തിൽ നടത്തിയത്. മുതിർന്ന വ്യാപാരി ഇബ്രാഹിം പതാക ഉയർത്തി. മധുരം പകരാം, സൗഹൃദം വളർത്താം എന്ന മുദ്രാവാക്യമുയർത്തി
പുത്തൻപള്ളി ആണ്ടുനേർച്ചയിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസികൾക്കും നാട്ടുകാർക്കും വ്യാപാരികൾ പായസം വിതരണം ചെയ്തു. അബൂബക്കർ തെക്കയിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാറിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റിനൊപ്പം വനിതാ വിംഗ്, യൂത്ത് വിംഗ് പ്രവർത്തകരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടത്തിയത്. സമിതി പ്രസിഡന്റ് എൻ അഷ്റഫ്, ജനറൽ സെക്രട്ടറി റംഷാദ് സൈബർ മീഡിയ, ട്രഷറർ ആഷിഖ് അർപ്പണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുൻകാലങ്ങളിൽ സംഘടനയിൽ പ്രവർത്തിച്ച നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. യൂസഫ് അറഫ, റഷീദ് വിജയ്, മുസ്തഫ പാറമൽ, അസീഫ് കേക്ക് സ്റ്റോറീസ്, സായിദ അഷ്റഫ്, മുഹമ്മദ് കുട്ടി ദഹബ് എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് സുജാത മൊണാലിസ, യൂത്ത് വിംഗ് സെക്രട്ടറി മെഹറൂഫ് ബില്ലിനെയർ, ജംഷീർ മൊബൈൽ സ്പോർട്ട്, സുരേഷ് പൂങ്ങാടൻ, ജംഷാദ് ലൗലി, മുസ്ഫർ മെസ്കോ, റനീഷ് മർഹബ എന്നിവർ പങ്കെടുത്തു. നമ്മളിവിടെ ഒരുപാട് ആളുകളോട് ക്യൂ നിൽക്കുന്നുണ്ട്, ഒരു വെയിലത്ത് ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2500 ആളുകൾക്ക്, കാരണം ഒരു 3000 ആളുകൾക്ക് കഴിക്കാവുന്ന രൂപത്തിൽ പായസം ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മധുരം നൽകുക വ്യാപാരി ദിനമാണ്. അതുപോലെ തന്നെ നമ്മളെ നാടിൻ്റെ ഒരു അഭിമാന ഭാഗമായിട്ടുള്ള ഒരു ആണ്ട് നേർച്ചയുടെ ഭാഗം കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ CLC യൂണിറ്റ് ശതാബ്ദി വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സായാഹ്ന യാത്ര സംഘടിപ്പിച്ചു. പാലയൂർ തീർത്ഥാടന കേന്ദ്രം, ചാവക്കാട് ബീച്ച്, ഫാം വില്ല എന്നീ സ്ഥലങ്ങളിലാണ് യാത്ര നടത്തിയത്. സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, അനിമേറ്റർ സിസ്റ്റർ ലിനി മരിയ, ശതാബ്ദി വാർഷികാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് ബിബിൻ സെബി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോബിൻ ജോസ്, റിജോ പി ജോർജ്, ഷിൻഡോ തരകൻ, അനീഷ് ആന്റണി, മിലിൻഡോ ഷാജി, അതുൽ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഇന്ദിരാഭവൻ അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NR ഗഫൂർ പതാക ഉയർത്തി. ഇന്ദിരാഭവൻ പ്രസിഡന്റ് ഷാഹിദ് കൊപ്പര അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് V മുഹമ്മദ് അലി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ CU മുസ്തഫ, അബ്ബാസ് കാളാമ്പി, ഗണേശൻ പെരിയമ്പലം, അൻവർ അസൈനാരകത്ത് എന്നിവർ സംസാരിച്ചു. റഫീഖ് ചാലിൽ, CS സയ്യിദ് മുഹമ്മദ്, കാസിം തെങ്ങിൽ, മുജീബ് റഹ്മാൻ, ജാഫർ ചാലിൽ, PM നസീർ, ഷെഫീഖ് ചാലിൽ, അൽതാഫ് പാപ്പാളി, ഹനീഫ പാപ്പാളി എന്നിവർ പങ്കെടുത്തു. വാർഡ് പ്രസിഡന്റ് അനസ് AH സ്വാഗതവും ഇന്ദിരാഭവൻ GCC സെക്രട്ടറി ഹക്കീം ചന്ദനത്ത് നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചിറക്കൽ സെന്ററിൽ നടത്തിയ പരിപാടി DCC ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് പതാക ഉയർത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സോണി സക്കറിയ, VK മുഹമ്മദ്, VK ഹക്കീം, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ റിയാസ് ചിറക്കൽ, പ്രഭു കാഞ്ഞിരത്തിങ്കൽ, നദീർ പെരുന്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം പതാക ഉയർത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദേവദാസ് മുഖ്യാതിഥിയായി. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പടിഞ്ഞാക്കര ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സിറാജ് കടവല്ലൂർ, KSU ജില്ലാ സെക്രട്ടറി അജിത്ത് പെരുമ്പിലാവ്, KSU മണ്ഡലം പ്രസിഡന്റ് ഷാദുലി ആൽത്തറ, മണ്ഡലം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം കോളനിപ്പടി സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ജാസിം ചാലിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി നവീൻ മുണ്ടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സാഹിൽ ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. മണ്ഡലം സെക്രട്ടറിമാരായ നിഹാം, ഹർഷാദ്, അജ്മൽ, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി.
തങ്ങൾപ്പടി വാർഡ് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറുമായിരുന്ന മണ്ണായിക്കൽ അലീമോന്റെ നിര്യാണത്തിൽ UDF പുന്നേർകുളം മണ്ഡലം കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. മുൻ വാർഡ് പ്രസിഡന്റ് ഹംസു ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷാഹിദ് കൊപ്പര, മുസ്ലിം ലീഗ് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി CU മുസ്തഫ, ചെറുനമ്പി, വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KH ആബിദ്, ജോയിന്റ് സെക്രട്ടറി ഷക്കീർ പുളയ്ക്കൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ഗണേശൻ പൂച്ചത്തയിൽ സ്വാഗതവും മുൻ വാർഡ് പ്രസിഡന്റ് അബു താഹിർ വട്ടേക്കാട്ട് നന്ദിയും പറഞ്ഞു. NABH അംഗീകൃത സ്ഥാപനമായ ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർവേദ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗർഭധാരണത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന 1 വർഷം നീളുന്ന സംരംഭമായ ആയുഷ്യം 2026 തുടക്കമാകുന്നു. ആരോഗ്യകരമായ ഗർഭധാരണത്തിനും മാതാപിതൃത്വത്തിനുമായി ശരീരത്തെയും മനസ്സിനെയും ജീവിതശൈലിയെയും ശാസ്ത്രീയമായി ഒരുക്കി ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ആയുഷ്യം 2026 ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചാവക്കാട് ശ്രീചിത്ര ആയുർ യോഗ തീരത്തുവെച്ച് പ്രീ കൺസെപ്ഷണൽ കെയറിനെ ആസ്പദമാക്കി ശാസ്ത്രീയ ഫോറവും പാനൽ ചർച്ചയും സംഘടിപ്പിക്കും. ആയുർവേദം, ആധുനിക വൈദ്യശാസ്ത്രം, മനഃശാസ്ത്രം, ജ്യോതിഷം, സാമൂഹിക കാഴ്ചപ്പാടുകൾ എന്നിവ സമന്വയിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രീയ ഫോറത്തിൽ ഡോക്ടർ V ആനന്ദ് മോഹൻ, ഡോക്ടർ നീത സുരേന്ദ്രൻ, K രജിത, മോഹൻ K വേദകുമാർ എന്നിവർ പങ്കെടുക്കും. മതപരവും സാമൂഹികവുമായ ചട്ടക്കൂടുകൾ എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയിൽ സയ്യിദ് കമറുദ്ദീൻ ബാദുഷത്തങ്ങൾ, ഫാദർ ബാബു അപ്പാടൻ, സ്വാമി ദിവ്യാനന്ദ, KC ശിവദാസ് എന്നിവർ പങ്കെടുക്കും. ഇന്ന് തയ്യാറെടുക്കാം ആരോഗ്യകരമായ നാളേക്കായി എന്ന സന്ദേശവുമായി ആരോഗ്യകരമായ കുടുംബജീവിതത്തിനും ഉത്തരവാദിത്വപൂർണമായ മാതാപിതൃത്വത്തിനും ഒപ്പം ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള അടിത്തറയൊരുക്കുകയാണ് ആയുഷ്യം 2026. കേച്ചേരി എരനല്ലൂർ ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ 4 അതിലധികവും മക്കളുള്ള മാതാപിതാക്കളുടെ സംഗമം ഫാമിലിയ 2026 സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനുമാദ് കാക്കശ്ശേരി മുഖ്യാതിഥിയായി. സ്നേഹവിരുന്ന്, മൊമന്റോ വിതരണം എന്നിവയുണ്ടായി. ഫിർജോ ജോർജ്, ജോസി, ഷീജ, ഐറിൻ, ദിയ എന്നിവർ സംസാരിച്ചു. ബാസ്റ്റിൻ ചിറമൽ സ്വാഗതവും ജോൺസൺ കേച്ചേരി നന്ദിയും പറഞ്ഞു. CPIM ചെറുനെല്ലൂർ കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TK ഹക്കീം, ബ്രാഞ്ച് അംഗം AM സുബേർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി നോ വെഹിക്കിൾ ഡേ ചലഞ്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് ചത്തുരത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച സൈക്കിൾ റാലി വഞ്ചിക്കടവ് കുട്ടികളുടെ പാർക്കിൽ നഗരസഭാ ചെയർമാൻ H അക്ബർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ NK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ നിരവധി വാർഡുകളിലെ കുട്ടികൾ സൈക്കിൾ ചലഞ്ചിന്റെ ഭാഗമായി പങ്കെടുത്തു. ബാലസഭാ ഉപസമിതി കൺവീനർ നബല കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉപസമിതി കൺവീനർ ഷിനി നന്ദിയും പറഞ്ഞു. മർച്ചന്റ്സ് അസോസിയേഷൻ പുന്നേർകുളം ആൽത്തറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനം ആചരിച്ചു. ആൽത്തറ വ്യാപാര ഭവൻ ഓഫീസിന് മുൻപിൽ സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കൂട്ടൂർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. VK അബ്ദുൾ ഷുക്കൂർ, A മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാലി യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ പതാക ഉയർത്തി ദേശീയ വ്യാപാരി ദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി PI മോൺസൺ, ട്രഷറർ അനിൽ P മാത്യു, ജോയിന്റ് സെക്രട്ടറി PM സ്കറിയാച്ചൻ, ജില്ലാ കൌൺസിൽ മെമ്പർ MB വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി മെമ്പർമാരായ PU ബെന്നി, KK ശശികുമാർ, ബ്രീസ്മോൻ, VK ഹക്കീം എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ബുധനാഴ്ച നടത്തും. പുലർച്ചെ 3-ന് ചടങ്ങുകൾ ആരംഭിക്കും. തിലഹോമവും ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുള്ള സ്ഥിരം മണ്ഡപത്തിലാണ് ബലിതർപ്പണം നടക്കുക. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമങ്ങൾ എന്നിവയും ഉണ്ടാകും. ചരമം. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മൂത്തേടത്ത് മരതകവല്ലി നിര്യാതയായി 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അരവിന്ദാക്ഷൻ നായർ ഭർത്താവാണ്. കൃഷ്ണകുമാരി, രാജലക്ഷ്മി, വിജയലക്ഷ്മി, കൃഷ്ണകുമാർ, രാംദാസ് എന്നിവർ മക്കളാണ്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ വൻ MDMA വേട്ട. 150 ഗ്രാം ലഹരിമരുന്നുമായി കുന്നംകുളം സ്വദേശി പിടിയിൽ. വടക്കാഞ്ചേരിയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ കുന്നംകുളം ചെറുവത്താനി ആലത്തൂർ സ്വദേശി ശരത്തിനെയാണ് മാരക ലഹരിമരുന്നായ MDMA-യുമായി പിടികൂടിയത്. ലഹരിമരുന്ന് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം. പെരുമ്പിലാവിൽ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിച്ച ആന ഇടഞ്ഞു. പെരുമ്പിലാവ് അഞ്ചമ്പലത്തിൽ കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. തെങ്ങ് മറിച്ചിട്ട് ഇതൊഴിച്ചാൽ മറ്റനിഷ്ട സംഭവങ്ങളില്ല. കണ്ടത്തോട് തങ്ങൾപ്പടിയിലെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം. മേഖലയിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തി. ആരോഗ്യവകുപ്പുമായി കൂടിയാലോചന നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഭരണഘടന അനുശാസിക്കുന്ന സംവരണാവകാശം അർഹരായ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്വമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അർഹരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.